എല്ലാവർക്കും നമസ്കാരം. പാൽപ്പാടിയിൽ നിന്ന് എങ്ങനെ നെയ്യെടുക്കാം എന്നുള്ള ഒരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിതിന് മുന്നേ പാൽപ്പാടിയിൽ നിന്ന് ബട്ടർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്നേരം ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു അത് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല എങ്ങനെയാണ് ഈ ബട്ടറിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുക എന്നുള്ളതും ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണ പാലുണ്ടല്ലോ, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ബട്ടറും നെയ്യൊക്കെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം. നമ്മൾ സാധാരണ ചായക്കൊക്കെ പാല് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുമല്ലോ, അതുപോലെ നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്തെടുത്ത് നമ്മൾ അതൊന്നെങ്കിൽ അരിച്ചിട്ട് അതിൻ്റെ പാട നീക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് പാടെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ അരിച്ചിട്ടോ പാടെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. ഏതെങ്കിലും ഒരു ബൗളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റുള്ള പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കത് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. അങ്ങനെ 3-4 ദിവസത്തെ പാട നമ്മൾ എടുത്ത് സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്കിവിടെ കണ്ടാലറിയാം, ഞാൻ അങ്ങനെ ഒരാഴ്ചത്തെ പാട സൂക്ഷിച്ചത് ബൗളിലുണ്ട്, മറ്റേ ബൗളിൽ ഇന്നെടുത്ത പാടയുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എയർ ടൈറ്റുള്ള ഒരു ചില്ലിൻ്റെ കുപ്പി എടുക്കണം. അതിലേക്ക് ആവശ്യാനുസരണം മോരൊഴിക്കണം. മോരൊഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാടയുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കണം. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത്, അതായത് വെയിലുദിക്കണേക്കാൾ മുന്നേ നമ്മളെടുത്ത് കുലുക്കി വെണ്ണ എടുക്കുമ്പോഴാണ് കൂടുതൽ വെണ്ണ നമുക്ക് കിട്ടുക. ഇനി ഇങ്ങനെ കുലുക്കി എടുക്കാൻ മടിയുള്ളവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യണേക്കാളും കൂടുതൽ ഇഷ്ടം, അതുപോലെ തന്നെ കൂടുതൽ നന്നായിട്ട് വെണ്ണ കിട്ടുക ഇങ്ങനെ കുലുക്കും. ജസ്റ്റ് അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുലിക്കിയാൽ മതി. ആ കുലുക്കി കഴിയണ നേരത്തുണ്ടല്ലോ ഈ വെണ്ണയൊക്കെ ഉരുണ്ട് കൂടി വരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വെണ്ണ മാത്രം പുറത്തെടുക്കാം. എന്നിട്ട് ഈ വെണ്ണയുണ്ടല്ലോ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് കൈകൊണ്ടോ മറ്റോ ഉരുളകളാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണ പോലെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു പുളിരസം ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ വെണ്ണയൊന്നും നഷ്ടപ്പെടില്ല, നമുക്ക് അടിപൊളി വെണ്ണയായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം കഴുകി കറക്റ്റാക്കി എടുത്തിട്ടുള്ള ബട്ടറാണിത്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി ബട്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബട്ടർ എടുക്കുന്നത്. എയർ ടൈറ്റുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലം ഈ ബട്ടർ കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ചായക്ക് മേടിക്കുന്ന പാലുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്രകാരം ബട്ടർ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ബട്ടർ ഉരുക്കിയിട്ട് നമ്മൾ നെയ്യ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബട്ടർ മുഴുവനും ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കത്തിക്കണം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്നേരം മാത്രം ഫ്ലെയിം കുറയ്ക്കാൻ പാടുള്ളൂ. അതുവരെയ്ക്കും നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ നല്ലതും നന്നായിട്ട് ഉരുകി തിളച്ച് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ളത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള പൊട്ടിത്തെറിക്കലൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ കറക്റ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾ ആഡ് ചെയ്യണം. മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടും. അതിനാണ് മഞ്ഞൾ ആഡ് ചെയ്യണത്. ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. മഞ്ഞളൊക്കെ ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1-2 മുരിങ്ങയുടെ ഇല ആഡ് ചെയ്യാറുണ്ട്. അതും ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മാത്രം മതി. മുരിങ്ങയുടെ ഇല ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കട്ട് പോകാനായിട്ടാണെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. മാത്രമല്ല മുരിങ്ങയുടെ ഇല ഇതിൽ കിടന്ന് പൊട്ടണ സമയത്ത് നല്ലൊരു മണം വരും, നല്ലൊരു മൂത്ത മണം വരുന്നു. അപ്പോൾ അതിനും കൂടി ആയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് നെയ്യിനൊരു പ്രത്യേക മണം കിട്ടും. അതായത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി മണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഇതിൽ മുരിങ്ങയില ഇല ഇട്ടിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണവും അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പോൾ നമുക്ക് മുരിങ്ങയില വേണമെന്നുണ്ടെങ്കിൽ ഇത് അവസാനം എടുത്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിടന്നാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. മുരിങ്ങയില നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കണതല്ലേ. അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ മുരിങ്ങയുടെ ഇല ആഡ് ചെയ്തിട്ട് ഒന്ന് പൊട്ടിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മൂപ്പ് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അരിമണി ഉണ്ടല്ലോ, അരിമണി ഒരു 3-4 എണ്ണം അതിലിട്ട് കഴിഞ്ഞാൽ അരിമണി പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മൂത്ത് കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കണം. അന്നേരം ഇത് കറക്റ്റായി കിട്ടും. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം ഏതെങ്കിലും ഒരു സെർവിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്കോ മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം അടച്ച് സൂക്ഷിച്ച് വെക്കാം. ഒരുപാട് കാലം ഇത് കേടുകൂടാതെ സൂക്ഷിക്കും. പിന്നെ നമ്മൾ മേടിക്കുന്ന നെയ്യിനേക്കാൾ അടിപൊളി മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ചായക്ക് മേടിക്കുന്ന പാലാണിത്.
ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ യാതൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വാങ്ങിക്കണ 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ പാലിൽ നിന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം പാടെടുത്ത് സൂക്ഷിച്ച് നമുക്ക് ഇങ്ങനെ ബട്ടറും നെയ്യൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പുറമെ കടകളിൽ നിന്ന് മായം ചേർത്തതും അതുപോലെ തന്നെ അധിക വില കൊടുത്തിട്ടും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കണ്ടല്ലോ, ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി നെയ്യായത്. അതിൻ്റെ നല്ല മണവും അതുപോലെ തന്നെ കളറും നല്ല സ്മൂത്തായിട്ടുള്ള അടിപൊളി നെയ്യാണിത്. വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്കിത് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.